വീണ്ടും ജനവിധി തേടുകയാണ്. കാരണം ഓൾറെഡി ജനവിധി തേടി ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇപ്പോൾ ഒരു കൗൺസിലറാണ് അല്ലേ? അതെ, കൗൺസിലറാണ്. അതും വിവാദമായിരുന്നു. ഈ പറഞ്ഞ പോലെ മേയർ സ്ഥാനം കിട്ടിയില്ല, മേയർ സ്ഥാനം കൊടുത്തില്ല, ശ്രീലയ്ക്ക് മേയർ സ്ഥാനം കൊടുത്തു. അതെനിക്ക് തോന്നുന്നു താങ്കൾ കുറച്ച് പോപ്പുലർ ഫിഗർ ആയതുകൊണ്ട് മീഡിയ വിചാരിച്ച് കാണും, അല്ല എല്ലാവരും വിചാരിച്ച് കാണും താങ്കൾക്ക് മേയറാക്കും, താങ്കളെ മേയറാക്കും എന്ന് വിചാരിച്ച് മാത്രമല്ല കാണും. ഞാൻ വളരെ സിൻസിയർ ആൻഡ് ഫ്രാങ്ക് ആണ്. കള്ളം പറയാൻ അറിഞ്ഞൂടാ. ഓക്കെ. ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് അതാണെന്ന് തോന്നുന്നു. ശരിക്കും പലപ്പോഴും ആഗ്രഹിച്ചിരുന്നോ മേയർ ആകണം എന്ന് ആഗ്രഹിച്ചിരുന്നു? ഇല്ല, അത് അങ്ങനെയല്ല കാര്യം. അതായത് എന്നോട് ഇലക്ഷന് നിൽക്കാനായിട്ട്, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിൽക്കാനായിട്ട് പറയുമ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഞാൻ പാർട്ടിയുടെ വൈസ് പ്രസിഡൻറ്റ്, സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. കുറച്ച് ഹൈ ആണത്. ഒരു വളരെ നല്ല ലെവലിൽ നിൽക്കും. ഒരു പാർട്ടിയുടെ വൈസ് പ്രസിഡൻറ്റോ ഒന്നും കൗൺസിലർ ഇലക്ഷൻ നിൽക്കില്ല പൊതുവേ. കൗൺസിലർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ അതുപോലെയാണ്. പഞ്ചായത്താണല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ആ പാർട്ടിയിലെ ഹൈ നേതാക്കന്മാർ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. അതുമല്ല, ആസ് എ DGP, പാർട്ടിയുടെ നേതാവ് എന്നുള്ളതല്ല, ഞാൻ ഐ വാസ് എ DGP ആണ്. അപ്പോൾ നമ്മൾ സംസ്ഥാനം മുഴുവനും റൂൾ ചെയ്തിരുന്ന ഒരാൾ ഒരു വാർഡിൻ്റെ ചുമതലയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് നടക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന ജോലിയല്ല അത്. എനിക്കറിയായിരുന്നു, നമ്മുടെ ശീലിച്ച ജോലിയല്ല. അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പാർട്ടി ഈ ഒരു നിർദ്ദേശം വെച്ചത്, 45 വർഷമായിട്ട് അഴിമതിയിൽ മുങ്ങി കുളിച്ച് ഭരിക്കുന്ന നഗരവാസികൾക്ക് ആകെ കഷ്ടപ്പാടുണ്ടാക്കുന്ന ഒരു ഭരണത്തിന് അറുതി വേണ്ടേ, ഒരു എൻഡ് വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ആളുകളെ നിർത്തണം. ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങൾക്ക് യെസ് ഞങ്ങൾക്ക് ഇതാണ് വേണ്ടത് എന്ന് തോന്നുന്ന രീതിയിൽ ആളുകളെ നിർത്തണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ, അതുമല്ല തലസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഹൃദയമാണ്, നമ്മുടെ ക്യാപിറ്റലാണ്. അപ്പോൾ തലസ്ഥാനത്തൊരു BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത പറഞ്ഞു കേട്ടപ്പോഴും ഞാനത് എന്തുകൊണ്ട് ഞാൻ എന്നൊരു ചിന്തയായിരുന്നു. വേറെ ആരെങ്കിലും നിർത്തിക്കൂടെ? അപ്പോഴാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ദേ ആർ നോട്ട് കൺസിഡറിങ് മീ ആസ് എ കൗൺസിലർ മാത്രമല്ല, അതിലേക്കാളും കൂടിയ ഒരു രീതിയിലാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഞാനായിരിക്കും പ്രചാരണത്തിൻ്റെ മുഖം എന്നുള്ള മട്ടിലാണ് അവർ പറഞ്ഞത്. അതങ്ങനെ തന്നെ ആയിരുന്നു. അല്ല, അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, പത്രമാധ്യമങ്ങൾ മേയർ കാൻഡിഡേറ്റുകളുമായിട്ട് സംവദിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ BJP പാർട്ടിയിൽ നിന്ന് വിട്ടിരുന്ന എന്നെയായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ശബരിനാഥ് UDF നിന്ന് വന്നു, അഡ്വക്കേറ്റ് ദീപകിനെ LDF വിട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും ഇരുന്ന് 4 പത്രങ്ങളുടെ ഇത് ചെയ്തായിരുന്നു, ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു, ടോക്കിംഗ് വിത്ത് മീഡിയ കാൻഡിഡേറ്റ്സിൻ്റെ എന്ന് പറഞ്ഞ്. അപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ധാരണ എന്താണ്, മേയർ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയാൽ തന്നെയും എനിക്കായിരുന്നു ഏറ്റവും ആദ്യം പരിഗണന കിട്ടിയിരുന്നത്. പിന്നെ എന്നെയാണ് പലപ്പോഴും തിരുവനന്തപുരത്തുള്ള പല കൗൺസിലർമാരുടെ ഇലക്ഷൻ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാനായിട്ട് വിട്ടുകൊണ്ടിരുന്നത്. ഞാൻ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത് കൊടുത്തിരുന്നു. സോ ദിസ് ഇസ് ദ ഇംപ്രഷൻ ദാറ്റ് ഐ ഗോട്ട്. അത് പിന്നീട് മാറി. ഇലക്ഷൻ ജയിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മാറി. കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. അദ്ദേഹം 5 വർഷമായിട്ട് അതിനേക്കാളും മുമ്പുള്ള രാഷ്ട്രീയ പരിചയമുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തെ കയറിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് ഒരു കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു. പ്രതിപക്ഷത്ത് വളരെ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്തതാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഈ പോസ്റ്റ് എന്നുള്ളൊരു പൊതുധാരണ വന്നപ്പോൾ ഞാനും കൂടെ അടങ്ങിയ ഒരു കമ്മിറ്റിയാണ് അതിനെ ഓക്കെ പറഞ്ഞത്. അതിന് അംഗീകാരം കൊടുത്തതാണ്. പക്ഷേ അത് പിന്നീട് പത്രങ്ങൾ, എനിക്കതിന് വിഷമമായി, ഞാനതിനെ മുഖം തിരിച്ചു, ഞാനത് ബുദ്ധിമുട്ടായി. എനിക്ക് അത്യാവശ്യമായിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പേരൊക്കെ പോയി, എല്ലാവരും ഫുൾ ഇരിക്കില്ലല്ലോ, അത് ഞാൻ പ്രതിഷേധിച്ച് പോയതാണ്. എന്തൊക്കെയുള്ള കഥകൾ ഇങ്ങനെ വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമല്ലേ? നമുക്ക് ആ വിവാദത്തിലേക്ക് ഒന്നും പോകണ്ട. നമ്മൾ ആ വിവാദം അതൊക്കെ കഴിഞ്ഞാണ്. താങ്കൾ കൊടുത്ത എക്സ്പ്ലനേഷൻ വാസ് റിയലി ഗുഡ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പോഡ്കാസ്റ്റിൽ, എനിക്ക് അതൊക്കെയാണ് എനിക്ക് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ലൈക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ വെച്ച് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഈ പാർട്ടിയിൽ ധാരാളമായിട്ട്, ഇത് BJP മാത്രമല്ല എല്ലാ പാർട്ടിയിലും, ഈ താഴേക്കടയിൽ നിന്ന് പ്രവർത്തിച്ച് കൗൺസിലറായിരിക്കുന്നതും അതേപോലെ തന്നെ ഇലക്ഷന് കുറേ വർഷമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നിരന്തരം പ്രവർത്തിച്ച് വരുന്ന സമയത്ത് പുതിയതായിട്ട് പാർട്ടിയിലേക്ക് വരുന്ന ആൾക്കാർ, ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇവിടെ നിൽക്കാൻ അവസരം കൊടുത്തു, അഖിൽ മാരാർക്ക് അവസരം കൊടുത്തു. അപ്പോൾ ഇവിടെയൊക്കെയും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അന്നേരം ഈ പുതിയതായിട്ട് വരുന്ന ആളുകൾ, അവർക്ക് കുറച്ച് ഫെയിം ഉണ്ട് എന്നുള്ള ഒരു പേരിൽ സ്ഥാനാർത്ഥിത്വമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും അത് പാർട്ടിയിൽ തന്നെ ബാക്കിയുള്ളവർക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ, എന്തൊക്കെ പറഞ്ഞാലും. എങ്ങനെയാണ് കാണുക? ഉണ്ടോ? ഉണ്ടാവില്ലേ? എനിക്കറിയില്ല. ഉറപ്പായിട്ടും
എന്തിനാണ് ഞാൻ BJP സിനിമാ മാത്രമല്ല താരങ്ങളെ പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. CPM എന്തിനാണ് സിനിമാ താരങ്ങളെ നിർത്തുന്നത്? എന്തിനാണ് രമേഷ് പിഷാരടിയെ നിർത്തിയിരിക്കുന്നത്? എന്തിനാണ് സുശീർ കരമനെ നിർത്തിയത്? എന്തിനാണ് ഇന്നസെന്റിനെ മുകേഷിനെ ഒക്കെ ഞാൻ നിർത്തിയത്? ജനറലൈസ് ചെയ്താ ചോദിക്കുന്നത്. അതല്ല, അങ്ങനല്ല. നമ്മളെ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ജയിച്ചു വരിക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സീറ്റ്സ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു ആൾക്കും അതിലൊരു ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മുടെ കേന്ദ്ര നേതൃത്വം എന്താണോ സെലക്ട് ചെയ്യുന്നത്, നമ്മുടെ സംസ്ഥാന നേതൃത്വം എന്താണോ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കാഡർ പാർട്ടി തന്നെയാണ്. പക്ഷേ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള CPM പോലെയുള്ള ഒരു കാഡർ നേച്ചർ ഇല്ലെങ്കിലും ഇവിടെ താഴേന്ന് ലോക്കൽ ലെവലിൽ നിന്ന് തന്നെ, ഏരിയ ലെവലിൽ നിന്ന് തന്നെ കാൻഡിഡേറ്റ്സിൻ്റെ പേര് പോയി ഒരു ആളായിരിക്കണം. ഇത് ഈ നിയമസഭാ മണ്ഡലത്തിൽ ആരായിരിക്കണം എന്നത് 3-4 പേരുകൾ ചിലപ്പോൾ ചിലർ സജസ്റ്റ് ചെയ്യും. ആ 3 പേരുകളുമാണ് സംസ്ഥാന നേതൃത്വം അത് അംഗീകരിച്ച് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് 3 പേരുടെ പേര് ചേർത്തിട്ട് അവരൊരു സജഷൻ വെച്ചിട്ടാണ് കേന്ദ്രത്തിൽ പോകുന്നത്. കേന്ദ്രമാണ് ഇത് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര നേതൃത്വം, പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ച ഇന്ന സ്ഥലത്ത് ഇന്ന ആളെന്ന് അവരെടുക്കുന്നതിന് ഒരു നല്ലൊരു മാനദണ്ഡത്തിൻ്റെ പുറത്താണ്. അവർ പലരോടും ചോദിച്ച ശേഷം അവരൊരു ജനറൽ കൺസെൻസസിലെത്തി എടുക്കുന്നത് പാർട്ടിയിലെ എല്ലാവരും അംഗീകരിക്കും. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ കണ്ടുവരുന്നത്. മറ്റു പാർട്ടികളിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസിയും ആ ഒരു രീതിയും അനുസരിച്ച് ആർക്കും അതിൽ ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല.